നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് ദോശ ഇഡ്ഡലി ഉണ്ടാക്കുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്കത് മാറ്റാൻ പറ്റില്ല, അതിന്റെ ടേസ്റ്റിൽ മാറ്റം വരുത്താൻ പറ്റില്ല. പൊടി ഇഡ്ഡലി ഉണ്ടാക്കാം, പൊടി ദോശ ഉണ്ടാക്കാം എന്നല്ലാതെ വേറെ വ്യത്യസ്തതകളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് ചട്നിയിലാണ് കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചട്നി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയില്. ഈ ഒരു ചട്നി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ 1/4 കപ്പ് സാമ്പാർ പരിപ്പ്, അതേ അളവിൽ തന്നെ ഉഴുന്ന് പരിപ്പ്, ഇവ രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ ചിരുവിയത് അല്ലെങ്കിൽ ഇതേപോലെ ഒരു കഷ്ണം തേങ്ങ, 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി, അതിൻ്റെ ഒപ്പം തന്നെ 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, 4 ചെറിയുള്ളി, 1 ടീസ്പൂൺ കടുക്, ഇഞ്ചി, കറിവേപ്പില, ഇവയൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് സാമ്പാർ പരിപ്പും ഉഴുന്ന് പരിപ്പും ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. വല്ലാണ്ട് ബ്രൗൺ കളർ ആക്കരുത്, ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് ഉള്ളി, ഇഞ്ചി, വറ്റൽമുളക്, തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇവയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി നന്നായിട്ട് വേവുന്നത് വരെ വഴറ്റിയെടുക്കണം. നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരണം തക്കാളി, എന്നാൽ മാത്രമേ നമുക്കിത് അരയ്ക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തക്കാളി നന്നായി വെന്ത ശേഷം നമ്മുടെ തേങ്ങാ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചിരവിയ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ ഓഫാക്കി ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പൊ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കാൻ എടുക്കുമ്പോൾ ആദ്യം വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ആദ്യം നമ്മൾ വെള്ളം ചേർക്കാണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അല്ലെങ്കിൽ ആ പരിപ്പും ഉഴുന്നും ഒന്ന് അരഞ്ഞു വരില്ല. അതുകൊണ്ടാണ് ആദ്യം വെള്ളം ചേർക്കരുത് എന്ന് പറയുന്നത്. പിന്നെ തേങ്ങാ കഷ്ണങ്ങളാണെങ്കിലും വെള്ളം ചേർത്താൽ അത്ര നന്നായിട്ട് അരഞ്ഞു വരില്ല. അപ്പോൾ ഇതാ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തരിതരിപ്പായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാണ്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. എന്നിട്ട് ആദ്യം അരച്ചു നോക്കാം. പിന്നീട് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി. അപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി താളിച്ചിടാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളക് നടുവേ കീറിയതും ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വറ്റൽമുളക് കൂടുതൽ ചേർക്കാം. ഞാനിവിടെ 1 പച്ചമുളകും 1 വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾ 2 or 3 വറ്റൽമുളക് ചേർത്താൽ മതി. അത് നന്നായിട്ട് പൊട്ടി നന്നായി ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മളുടെ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇല്ലെങ്കിൽ അതിനൊരു വെള്ളച്ചുവ വരും. വ്യത്യസ്തമായ ചട്നി രുചികൾ തേടുന്നവരെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.